എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ടുകൾ അത് ഏത് ഭാഷയിലുള്ളതുമായിക്കൊള്ളട്ടെ എളുപ്പം കണ്ടുപിടിക്കുവാനും എളുപ്പം ഡൗൺലോഡ് ചെയ്യുവാനും എങ്ങനെ സാധിക്കും എന്നാണ്. പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ആ പാട്ട് വേണം, ഈ പാട്ട് വേണം. പക്ഷേ അതെല്ലാം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ആപ്ലിക്കേഷനുകൾ പോലും പല കൂട്ടുകാരും ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നമുക്കറിയാം, ലോകത്തുള്ള വിവിധ ഭാഷകളിലായിട്ട് ഒട്ടനവധി പാട്ടുകളുണ്ട്. എന്തിനു പറയുന്നു, മലയാളത്തിൽ തന്നെ അനേകം പാട്ടുകളുണ്ട്. അപ്പോൾ ഇത്രയും പാട്ടുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത്രയും പാട്ടുകൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അത് ഉള്ള സ്ഥലത്ത് പോയി ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു പാട്ട് കണ്ടുപിടിക്കാം. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവരി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു. ആദ്യമായിട്ട് നിങ്ങൾ വേണ്ടത്, നിങ്ങളുടെ ഫോണിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം അതിൽ google.com എന്ന സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മികച്ച സെർച്ച് എഞ്ചിനായിട്ടുള്ള google.com നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ട സോങ് ഏതാണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉദ്ദേശിക്കുന്നത് അഗ്നിദേവൻ എന്ന സിനിമയിലുള്ള ഒരു പാട്ടാണ്. അപ്പോൾ എനിക്ക് സിനിമയുടെ പേര് മാത്രമേ അറിയൂ എന്നാണെങ്കിൽ ഞാനിവിടെ അഗ്നിദേവൻ സോങ്സ് അല്ലെങ്കിൽ അഗ്നിദേവൻ എന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സെർച്ച് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സോങ്ങിൻ്റെ ഡീറ്റെയിൽസ്, നിലാവ്, ഒരു പൂവാതിലിൽ തുടങ്ങി എല്ലാം കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് എല്ലാ സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ ആദ്യം കാണുന്ന സൈറ്റ് അഗ്നിദേവൻ 1995 ഫുൾ MP3 സോങ്സ് ഡൗൺലോഡ് wapmallu.com എന്ന സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ സൈറ്റിനകത്ത് അഗ്നിദേവൻ്റെ പാട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, 1 എന്ന് എഴുതിയിട്ട് സാമഗാന എന്ന് പറയുന്ന പാട്ട്, അതുപോലെ തന്നെ 1, 2, 3, 4 പാട്ടുകളും ഇതിലുണ്ട്. എനിക്ക് വേണ്ട ഈ 4ാമത്തെ പാട്ടാണ്, നിലാവിൻ്റെ എന്ന് പറയുന്ന പാട്ടാണ്. ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ സോങ്ങിൻ്റെ ഡീറ്റെയിൽസ്. ശേഷം നിങ്ങളുടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ 2 പരസ്യങ്ങൾക്കിടയിലായിട്ട് ഡൗൺലോഡ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ഓപ്പൺ വിത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഗൂഗിൾ ക്രോം തന്നെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഗൂഗിൾ ക്രോം തന്നെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുക, ആ സോങ് ഡൗൺലോഡ് ആവുന്നുണ്ട്. തരത്തിൽ നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെങ്കിലും ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വെബ്സൈറ്റിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടു, ഞാൻ വാപ്മല്ലു എന്ന സൈറ്റിൽ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ആ സൈറ്റിൽ നിന്ന് കിട്ടിയില്ല എന്ന് കരുതുക. നിങ്ങൾക്ക് ഇവിടെ MP3 മാഡ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്തും ഇതുപോലെ തന്നെ 4 പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു പൂവാതിലിൻ നോക്കുക, അതവിടെ വന്നു. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ഇൻ ലോ ക്വാളിറ്റി, ഡൗൺലോഡ് ഇൻ ഹൈ ക്വാളിറ്റി. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഓക്കെ, ഇപ്പോൾ അത് പ്ലേ ആവുന്നുണ്ട്. ശേഷം നിങ്ങൾക്കത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ശേഷം നിങ്ങൾക്കിവിടെ സേവ് വീഡിയോ എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സേവ് കൊടുക്കുക. നോക്കുക, ആ പാട്ട് സേവ് ആയിക്കൊണ്ടിരിക്കുന്നു, ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് സോങ് വേണമെങ്കിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഞാൻ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാത്തതിനുള്ള കാരണം നിങ്ങൾക്ക് വേണ്ട സോങ് ഏതാണെന്ന് ആർക്കും അറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഗൂഗിൾ വഴി ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് സോങ്ങുകളും ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്യുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾ 1, 2 സോങ്ങുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ MP3 മാഡ്, അതുപോലെ തന്നെ wapmallu.com തുടങ്ങിയ സൈറ്റുകൾ നിങ്ങൾ പരിചയമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സോങ്ങുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റുകൾക്കുള്ളിലുള്ള ഡൗൺലോഡ് ബട്ടണുകൾ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്ക് 1, 2 പ്രാവശ്യം ആ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായി കഴിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. തുടർന്ന് നിങ്ങൾ ഏത് സോങ്ങും ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഏതെങ്കിലും സൈറ്റുകളുണ്ടെങ്കിൽ ആ സൈറ്റുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും.
അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സൈറ്റിനകത്ത് പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ആ സോങ് കിട്ടണമെന്നില്ല. വളരെ റെയർ ആയിട്ടുള്ള സോങ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അഥവാ സെർച്ച് ചെയ്തിട്ട് സോങ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിൽ ആ സോങ് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ സോങ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സോങ് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള രീതിയൊന്നും ഇനിയും ഞാൻ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് വിഡ്മേറ്റും ട്യൂബ്മേറ്റും എല്ലാം ഉപയോഗിച്ചിട്ട് MP3 യൂട്യൂബിൻ്റെ വീഡിയോയുടെ MP3 നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും ദിവസവും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നിഖിൽ കണ്ണഞ്ചേരി എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് ഇവിടെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ലിക്ക് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക. തുടർന്ന് ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്ത് വയ്ക്കുക. തുടർന്ന് ഓരോ ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് എത്തുന്നതാണ്.